ഒരു ബാങ്ക് ബേസ്ഡ് ഒരു സബ്ജക്റ്റ് ആണ്. ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ബേടകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദ്യത്തെ ബാങ്ക് വരികയാണ് അവിടെ. അപ്പൊ അതിൽ ആ ബാങ്കിലെ മാനേജറായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിലൊരു മറ്റു ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് വരുന്നതിൽ ഒരാളാണ് ഞാനും. അതില് കാഷ്യർ ആയിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അനീഷ് ഗോപാൽ, പിന്നെ അതേപോലെ എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നീരജയാണ്, ദേവകി രാജേന്ദ്രനുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ദിനേശ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, പ്യൂണായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ബാങ്കിൽ വർക്ക് ചെയ്തതാണ്. ഞാനൊരു 4 വർഷത്തോളം ഞാൻ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ 3 വർഷം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. തിരുവനന്തപുരം പട്ടം ടാറ്റ ഏജിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു 1.5 വർഷം ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പൊ എനിക്കതൊരു ഒരു ഓർമ്മയായിരുന്നു അത്. അപ്പൊ എനിക്കതില് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാങ്കും എൻ്റെ ബ്രാഞ്ച് മാനേജറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ആ ഒരു കൈൻഡ് ഓഫ് ടെൻഷനും, പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് ബാങ്ക് ജീവിതം ഭയങ്കര സുഖമുള്ള ജീവിതമാണ്. രാവിലെ 8-9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 2:30-3 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകാം, സുഖമായിരുന്നു. അന്ന് എല്ലാവരും ഏറ്റവും വലിയ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ സേഫ്, സുഖമാണ്, ലോൺ കിട്ടും എല്ലാം. പക്ഷെ അത് ആ ഒരു ബാങ്ക് മാറുകയും അവിടെ നിന്ന് ഉണ്ടാവുന്ന പ്രഷർ എനിക്കൊന്ന് വേറൊരു മേഖലയിലും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം പ്രഷർ. കാരണം മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിച്ചെടുക്കേണ്ട പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ ഈ അവര് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പരിചിതമില്ലാത്ത പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ടും നമ്മൾ അത് എടുക്കുക. അപ്പൊ ആ ഒരു പ്രഷർ ഞാനൊരു 4 വർഷത്തോളം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ബാങ്കും അതിലെ കുറച്ച് ഉദ്യോഗസ്ഥരും അവര് ഒരു ട്രബിളിൽ ചെന്ന് പെടുന്നതും അതിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതുമാണ് ഒരു സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഏതാനും വർഷം ഒരു നല്ലൊരു മികച്ച ഒരു സബ്ജക്ട്. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഒരു വാർത്ത ഇവിടെ വായിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് നവീൻ ഇങ്ങനെ ഒരു സബ്ജക്ട് പറയുന്നതും അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ആരോട് പറഞ്ഞാലും ആൾക്കാർ കൺവിൻസ്ഡ് ആവുന്ന ഒരു പ്ലോട്ടാണ്. അപ്പൊ ഒരു നല്ലൊരു ത്രില്ലറിനുള്ള എല്ലാ സാധ്യതകളും ഒരു സിനിമ, ഒരു കഥ. അത് ഈ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഹിക്കപ്സ് നമ്മൾ ഫേസ് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. അത് ഫേസ് ചെയ്തുകൊണ്ട് നമുക്കത് ഒരു പ്രൊഡക്റ്റ് വരികയും അത് എനിക്കതിനകത്ത് നവീനിന്റെ എടുത്തു പറയത്തക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എൻറ്റയർ ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയും ഈ പറയുന്ന പോലെ അത് എഡിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡയറക്ടർ അത് വർക്ക് ചെയ്യുകയും അതിനകത്തൊരു ഒരു സെക്കൻഡറി സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് വർക്ക് ചെയ്ത് വേറൊരു തരത്തിൽ അത് ഷൂട്ട് ചെയ്യുകയും. അപ്പൊ നിങ്ങൾ കണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ചില പോർഷൻസ് ഷാജോൺ ചേട്ടൻ്റെയൊക്കെ പോർഷൻസ് വരുന്നത് അത് പിന്നീട് ആഡ് ഓൺ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഡയറക്ടർ എടുത്തയാള് അദ്ദേഹം ഇപ്പം പ്രൊഡക്ഷൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പുതിയ ഡയറക്ടറിനുണ്ട് ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഒരു പുതിയ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നവർക്ക് ഫണ്ട് റേസ് ചെയ്യാനും സിനിമയുടെ ഒരു ഗ്രാമർ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എത്രത്തോളം അത് വലുതായി പോകുമെന്ന് അറിയാതെ പോകുന്നതുകൊണ്ട് നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു നല്ലൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക. മലയാളത്തിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ, ഗംഭീര സിനിമകൾ വരുന്നതാണ്, വലിയ ബജറ്റിലുള്ള സിനിമകൾ ഒക്കെ വരുന്നതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പ്രസന്റ് ചെയ്യാവുന്ന ഒരു സിനിമ കൊണ്ടുവരികയും അത് കണ്ട് ആളുകൾ ഒരു വലിയ ഗംഭീര സിനിമ അല്ലെങ്കിൽ ആരും കാണാൻ സിനിമ എന്നൊന്നുമല്ല, പക്ഷെ നമ്മള് ഒരു നീറ്റ് വാച്ചബിൾ മൂവി, നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് ഇത് വന്നത്. അപ്പൊ അത് കണ്ട പല ആൾക്കാരും നല്ല അഭിപ്രായം പറയുകയും അതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ കാണാൻ പോകുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം ധ്യാൻ അടുത്ത കാലത്ത് അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സിനിമകളുടെ ഒരു സിനിമ ഇതായിരിക്കും. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പ്രശാന്ത് അലക്സാണ്ടർ, ഷാജോൺ ചേട്ടൻ, ഡോക്ടർ റോണി, അങ്ങനെ ഒരുപാട് നീരജ, ദേവകി രാജേന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രകാശ് അലക്സ് രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ആണ് ആ സിനിമയിലുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല വശങ്ങളുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഒരു കൊച്ചു സിനിമയാണ്. അപ്പം എന്നറിയാമല്ലോ, നമ്മൾ അത്രയും മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത് വരുന്ന സിനിമകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഒരുപാട്
ഫണ്ട് അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയും, പക്ഷെ ഈ സിനിമയ്ക്ക് അത്രത്തോളം നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരിതില്ല. അപ്പം നമുക്ക് ഈ ജെനുവിൻ ആയിട്ടുള്ള എഴുതുന്ന ആൾക്കാരല്ലേ, ജെനുവിൻ ആയിട്ട് ഇതിനെ കാണുന്നത്. ഇപ്പം ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണെന്നും. അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട്. കാരണം ഇതിനെ ഇങ്ങനെ ഒരു സിനിമകളെയൊക്കെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഡയറക്ടർ ആണെങ്കിൽ ഒരു നോർമൽ സിനിമയാണെങ്കിൽ പോലും ഒരു 6 മാസത്തോളം പ്രീ പ്രൊഡക്ഷൻ, അതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ് ഉണ്ട്. അത് കുറെ എത്ര കാലം നീളുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 6 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ, ഒരു 1-2 മാസത്തെ ഷൂട്ട്, അതിനുശേഷം ഒരു 3 മുതൽ 6 മാസം വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിന്റെ മാർക്കറ്റിംഗ്, ഇതൊക്കെ കഴിഞ്ഞ് ഇതിൽ വരുമ്പോൾ ഒരു വളരെ എളുപ്പത്തിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അത് ഏത് എക്സ്റ്റെന്റിൽ നിങ്ങൾ എന്ത് ഇതിലാണത് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ അതിനോടൊരു ഉത്തരവാദിത്തം കാണിക്കുകയും നമ്മൾ ഏറ്റവും മ്ലേച്ഛകരമായിട്ട് ചിലപ്പോൾ ഒരു സിനിമയെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി നോവും, മറ്റുള്ളവർക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ അത് ഒരു കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട്. ഇപ്പം അത് കുറച്ചുകൂടി ജെനുവൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ക്യാമറയുള്ള ആരും ജേർണലിസ്റ്റ് ആണ്. അല്ലാതെ പണ്ടത്തെ പോലെ നമുക്കൊരു അതിനോടൊരു കൂടുതൽ പഠിച്ചോ അതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റോ ഒന്നും വേണ്ടി വരാറില്ല പലർക്കും. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എല്ലാ മേഖലകളിലും. സോ അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് ഫീഡ്ബാക്സുകൾ എപ്പോഴും നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സോ നിങ്ങൾ പടം കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അതിൻ്റെ റൈറ്റ് രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് എ ഗുഡ് വീക്ക് മോർ. താങ്ക് യു.